കുറച്ച് അവലോസ് പൊടി ഉണ്ടാക്കാം. ഇത് കുറച്ച് പച്ചരി, ഒരു ഗ്ലാസ് പച്ചരി കഴുകി എടുത്ത പച്ചരിയാണ്. ഒരു ഗ്ലാസ് കറക്റ്റ്. കഴുകി ഉണക്കിയിട്ടില്ല, കഴുകി ജസ്റ്റ് വെള്ളം ഒന്ന് തോർന്നാൽ മതി. അത് നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഓക്കെ, ഒന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ പൊടിച്ച് കഴിഞ്ഞു, അരിത പൊടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് അതിലോട്ടിടാം. ഇതിനൊന്ന് വറുത്തെടുക്കാം. ഇനി അരിപ്പൊടി ഒന്ന് ചെറുതായിട്ട് വെള്ളം വെറ്റി വരുമ്പം നമുക്കതിനകത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇടാം, തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് സെയിം ഗ്ലാസ്സിന് തന്നെ പൊടി കരിഞ്ഞ് എല്ലാം ഇളക്കണേ. തീ കുറച്ച് വയ്ക്കാം. ഒരു ഗ്ലാസ് തേങ്ങ ഇട്ട് അതും കൂടെ ചേർത്ത് ഇളക്കാം. തേങ്ങയും കൂടെ ചേർക്കാം. ടേസ്റ്റാണ്. കുറച്ച് തേങ്ങയും കൂടെ ചേർക്കാം. ഈ ശകലം കൂട്ടി ഇനിയിപ്പം ചെറുതായിട്ട് ചുമന്ന് തുടങ്ങി. ഇനി ഒരു അരമണിക്കൂറൂടെ നമ്മൾ ഇതിനകത്ത് ചെയ്താൽ കറക്റ്റാവും. നല്ലതായിട്ട് മൂത്ത് വരും. നല്ലതായിട്ട് മൂത്ത് വരണം, എന്നാലേ വീണ്ടും ഒന്നുകൂടെ പൊടിക്കാനുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ട് മൂക്കണം, തേങ്ങ പച്ചയാവാതിരിക്കാൻ. നമുക്കിതിനകത്തൊരു ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കാമേ. ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാര. ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇട്ട് വെച്ചേക്കാം, നമുക്ക് ഇരിക്കും, ചീത്തയാവാതെ ഇരിക്കും. എപ്പോഴെങ്കിലും 4 മണിക്ക് ചായക്കോ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ എന്തിനു വേണമെങ്കിലും കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാം, ചീത്തയാവാതെ ഇരിക്കും. മൂക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ഇട്ടപ്പോൾ കുറച്ചുകൂടെ വേഗം മൂത്ത് കിട്ടും. മണം വരുന്നത് വരെ നമുക്ക് ആ മണം വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്, നല്ല പാകമായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം ചീനച്ചട്ടിയിലിരുന്ന് ഒന്ന് ആറട്ടെ. ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടെ പൊടിച്ചെടുക്കണം. ഇത് ഓഫ് ചെയ്ത് ഇപ്പം തണുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച് കഴിഞ്ഞു, ഒന്നുകൂടെ പൊടിച്ചത്. ഇപ്പോൾ ഇത് നല്ല പൊടിയായിട്ടുണ്ട്. ഇത് പഞ്ചസാര കൂട്ടി കഴിക്കാം. പഞ്ചസാര ഓൾറെഡി ഇതിനകത്ത് ശകലം ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പഴമെല്ലാം കൂട്ടി കുട്ടികൾക്കും കൊടുക്കാം, എല്ലാവർക്കും കഴിക്കാം, മുതിർന്നവർക്കും കഴിക്കാം. അതിൽ തണുത്തിട്ട് ടിന്നിലിട്ട് അടച്ച് വയ്ക്കാം. അതങ്ങനെ ഇരിക്കും, എത്ര നാളിരുന്നാലും കേടാകത്തില്ല. ഒന്നുമില്ല, അരിയും തേങ്ങയും മാത്രമേ ഉള്ളൂ, ശകലം പഞ്ചസാരയുമേ ഉള്ളൂ. അതിനെ നമ്മൾ നന്നായിട്ട് പാകം ചെയ്തെടുക്കുന്ന രീതിയാണ്. നന്നായിട്ട് മൂത്ത് പൊടിച്ച് എടുക്കണം.